മെയിനായിട്ട് ഇപ്പം നമ്മൾ ഒലയുടെ ബെൽറ്റുകൾ, ഒലയെന്ന് വെച്ചാൽ എല്ലാവിധ ബെൽറ്റുകളുള്ള വണ്ടികളുടെ എല്ലാവിധ ബെൽറ്റുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. മോട്ടോർ കിറ്റുകൾ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് മോട്ടോർ കിറ്റ്, മോട്ടോർ ഫുള്ളാണ്. ഇത് 1000 വാട്ട് വരെയുള്ള വണ്ടികളുടെ എല്ലാവിധ മോട്ടോർ കിറ്റുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണുന്നതല്ല. മോട്ടോർ ഉൾപ്പെടെ മാറാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ ആ സാധനം അതിനെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്, സാധനം അവൈലബിൾ ആണ്. നമ്മളത് ഫിറ്റിങ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വണ്ടി ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നമുക്ക് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മൾ കൊടുക്കപ്പെടുന്നത്. ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാര്യം ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന ഓല, ഏതർ, അങ്ങനെ പല പല ബ്രാൻഡുകളുടെ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യമാണ് എന്തെങ്കിലും സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറാനുണ്ടെങ്കിൽ പാർട്സ് കിട്ടാതെ വണ്ടി അവിടെ ഒരു മാസം. ഈ അടുത്ത് തന്നെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു തോന്നുന്നു. ഇതേപോലെ ചെന്ന് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രോബ്ലത്തിൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസം വണ്ടി ഷോറൂമിൽ വെറുതെ ഇരിക്കേണ്ടി വന്നു. അവർ ആ മഴ ഇതൊക്കെ വെച്ച് അങ്ങനെ തന്നെ വെക്കേണ്ടി വന്നു. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്കൊരു ഉത്തമ പരിഹാരമായിരിക്കും ഇന്നത്തെ വീഡിയോ. കാര്യം ഞാനിപ്പോൾ ഹരിപ്പാട് ഡാണാപ്പടിയിലുള്ള ക്വാളിറ്റി സ്പെയർ പാർട്സിലാണ്. സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയിലാണ്. ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കാണാം. ന്യൂട്രോൺ വണ്ടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സ്പെയർ പാർട്സ് മാത്രമല്ല, ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സർവീസും ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ സർവീസൊക്കെ ചെയ്ത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വാട്ടർ സർവീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ ആവശ്യമില്ലാതെ പവർ കൊടുത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആയി പോകും. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം കൊണ്ട് സർവീസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. പിന്നെ ഇവിടുത്തെ ലിജു ബ്രോ ആണ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ലിജു ബ്രോ, ക്വാളിറ്റി സ്പെയർ പാർട്സിൻ്റെ സ്ഥാപകൻ്റെ ഉടമസ്ഥരാണ്. നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ സ്പെയർ പാർട്സ്, നമുക്ക് സ്പെയർ പാർട്സ് ഇലക്ട്രിക്കൽ വണ്ടികളുടെ സ്പെയർ പാർട്സ് മൊത്തമായി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈതർ അങ്ങനെയുള്ള വണ്ടികളുടെ അക്സസറീസ് ഐറ്റംസ് എല്ലാം അതിൽ ഉപരി ഇതിൻ്റെ എല്ലാ സർവീസിങ്, നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്കാനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. സർവീസും എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം ഒരാളുടെ വീട്ടിലിരിക്കുന്ന വണ്ടിയാണ്, അത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും നിങ്ങൾ പോയി എടുക്കും, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ അത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളത് വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കംപ്ലീറ്റ് നോക്കി അവർ വിളിച്ചു പറഞ്ഞ് അത് സാങ്ഷനാക്കി തിരിച്ച് വണ്ടിയെല്ലാം റെഡിയാക്കി നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. വണ്ടി ഇവിടെ കൊണ്ടുവരേണ്ട സാഹചര്യം ഇല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെയർ മതി. പക്ഷെ ഇവിടെ വന്ന് മേടിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ എങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ള? അതെ, നമ്മൾ ഓർഡർ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളൊരു 6 ഡേയ്സിനുള്ളിൽ ആ സാധനം അവിടെ എത്തിച്ചു തരുന്നതാണ്. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മളത് പാഴ്സൽ ചെയ്ത് പേയ്മെന്റ് ജിപേ ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് പാഴ്സൽ ചെയ്ത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഷോറൂമിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കപ്പെടുന്നതാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അത് മെയിൻ കാര്യം കേട്ടോ. കേരളത്തിൽ അധികം ഇല്ലാത്തൊരു സാധനം ഈ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സ്പെയർ പാർട്സ് കട അല്ലേ. ഇപ്പൊ ഷോറൂമിലാണെങ്കിലും എനിക്ക് തന്നെ പേഴ്സണൽ എന്റെ കൂട്ടുകാരന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു മാസമൊക്കെ വണ്ടി ഷോറൂമിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒരു സ്പെയർ ഇല്ലാത്തതിന്റെ പേരിൽ, ഇത്രയും വില കൊടുത്ത് വണ്ടി എടുത്തിട്ടും സ്പെയർ ഇല്ലാത്തതിന്റെ പേര് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്നൊരു വണ്ടി, അതിന്റെ ക്ലെയിമും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള, നമ്മളത് എടുത്തിട്ട് അതിന്റെ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അത് ക്ലെയിം ചെയ്ത് അതും അതുപോലെ തന്നെ റെഡിയാക്കി നമ്മൾ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ ഷോറൂമിൽ ഈ ടൈം വരുന്ന 1-2 ആഴ്ചയൊക്കെ നിങ്ങൾ വണ്ടി കൊണ്ടിട്ട് അതിൻ്റെ ആ സ്പെയറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം എടുക്കുന്നതിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തീരുമാനം. ഞങ്ങൾ അത് ക്ലിയറായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ സാധനം ഞങ്ങൾ റെഡിയാക്കി നിങ്ങളുടെ വീടുകളിൽ അപ്പോൾ തന്നെ എത്തിച്ചു തരുന്നതാണ്. ഇതുപോലെ ഇലക്ട്രിക്കൽ വണ്ടികളുടെ സർവീസിങ് എല്ലാവർക്കും ചെയ്യാൻ പേടിയാണ്. കാര്യം എന്തെങ്കിലും സാധനം അടിച്ചു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയുണ്ട് ആൾക്കാർക്ക്. ആ ആശങ്കയൊന്ന് ദൂരീകരിക്കുക. അത് നമ്മൾ ആ വണ്ടി എടുത്ത് അത് സർവീസ് ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരും. എപ്പോൾ വേണമെങ്കിലും ആ സർവീസിങ് നമ്മൾ അവൈലബിൾ ആണ്. സംഭവം നമ്മളപ്പോൾ തന്നെ അത് റെഡിയാക്കി വീടുകളിൽ എത്തിച്ചു തരുന്നതാണ്. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മളെ സമീപിക്കുക. നമ്മുടെ ടെക്നിക്കൽ ടീം നിങ്ങളുടെ വീട്ടിലെത്തിയാണെങ്കിലും അത് ശരിയാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ടല്ലേ, ബാറ്ററി മാറാനും അല്ലറ ചില്ലറ പണികൾക്ക് പോയിട്ട് കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് ബാക്കിൽ തന്നെ കാണാം. ഈ വണ്ടികളിൽ ഇപ്പോൾ മോട്ടറോ ബാറ്ററിയോ അങ്ങനെയുള്ള സാധനങ്ങൾ മാറുമ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്നാണെങ്കിൽ വാറണ്ടി കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെ? ഇവിടെ നമ്മൾ ഷോറൂമിലെ പോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിക്കാണെങ്കിൽ 18 മാസം നമ്മൾ വാറണ്ടി കൊടുക്കപ്പെടുന്നതാണ്. പിന്നെ ചാർജറിനാണെങ്കിൽ 1 വർഷം വരെ. പിന്നെ എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തന്നെ കൊടുക്കപ്പെടും.
അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവും. പിന്നെ ബാക്കിയുള്ള എന്ത് സാധനമാണെങ്കിലും അതിനുള്ള വാറണ്ടി, മോട്ടറിനൊക്കെ 1 വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കപ്പെടുന്നതാണ്. മോട്ടോർ ഉൾപ്പെടെ മാറാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ ആ സാധനം അതിനെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്, സാധനം അവൈലബിൾ ആണ്. നമ്മളത് ഫിറ്റിങ്സ് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് വണ്ടി ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നമുക്ക് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മൾ കൊടുക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം അത് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത ശേഷം ഉള്ള നമ്മൾ സ്കാനോടെ ചെയ്ത് കൊടുക്കും. ഉള്ള ഇനി കംപ്ലൈന്റുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കപ്പെടുന്നത്. ഇതിന് നമുക്ക് ശരിക്കും എങ്ങനെയാ സർവീസ് ചെയ്യേണ്ടത്? എങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയോ? ഇല്ലെങ്കിലും നമ്മളൊരു 3 മാസം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം ഇരിക്കുമ്പോഴോ ഇതും ചെക്ക് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് അല്ലേ, ഇലക്ട്രിക്കൽ ഐറ്റംസ് എപ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. പിന്നെ അല്ലാതെ തന്നെ ഇതിപ്പോൾ തീർന്നു അതേ ചത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ തന്നെ ഈ ചില ബാറ്ററികളിൽ ഒരു സെല്ല് മാത്രം പോവുക അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മളെ ടെക്നിക്കൽ ടീം ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ. അപ്പൊ ഈ കാണുന്നേ കേട്ടെ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ പാർട്സ് സാധനങ്ങളൊക്കെ ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ എന്തൊക്കെയാണോ ഉള്ളത്? നമുക്കിപ്പോ മെയിനായിട്ട് ഇപ്പം നമ്മൾ ഒലയുടെ ബെൽറ്റുകൾ, ഒലയെന്ന് വെച്ചാൽ എല്ലാവിധ ബെൽറ്റുകളുള്ള വണ്ടികളുടെ എല്ലാവിധ ബെൽറ്റുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. പിന്നെ ഡിസ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക് നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ഇതിൻ്റെ പാഡുകൾ, പിന്നെ ഷോക്ക് അബ്സറുകൾ, അങ്ങനെയുള്ള അതിന് വേണ്ട അത്യാവശ്യമായിട്ടും അതുപോലെ ഷോക്കുകൾ എല്ലാം നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. പിന്നെ ഇ വിയുടെ ടയറുകളാണെങ്കിലും എല്ലാവിധ ടയറുകളും ഇ വിയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടയറുകളാണ്. അപ്പോൾ അതിൻ്റെ ഇ വിയുടെ സ്പെഷ്യലായിട്ടുള്ള ടയറുകൾ കംപ്ലീറ്റ് ലഭ്യമാണ്. മോട്ടോർ കിറ്റുകൾ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് മോട്ടോർ കിറ്റ്, മോട്ടോർ ഫുള്ളാണ്. അപ്പോൾ മോട്ടോർ ഏതിൻ്റെ ആയിരിക്കും ഇത് 1000 വാട്ട് വരെയുള്ള വണ്ടികളുടെ എല്ലാവിധ മോട്ടോർ കിറ്റുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണുന്ന എല്ലാവിധ ഐറ്റംസിന്റെ ചാർജറുകളും നമ്മുടെ ചാർജർ പെട്ടെന്ന് തന്നെ പോകുന്ന എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒല വണ്ടികളുടെ ലിവറുകൾ, ക്ലച്ച് ലിവർ, പിന്നെ ബാക്ക് ലിവറുകൾ, അങ്ങനെയുള്ള ലിവറുകളും എല്ലാം സംഭവം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് വണ്ടിയുടെ ബാറ്ററി. ഇത് ഇങ്ങനെ ഓരോ സെല്ല് ഒരു വണ്ടിയിൽ 5 എണ്ണമൊക്കെ. അപ്പം അതെല്ലാം ഓരോന്നാണെങ്കിലും 5 സെറ്റ് ആണെങ്കിലും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കപ്പെടുന്നതാണ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മെക്കാനിക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതായിട്ട് സാധനം കൊണ്ടുപോയിട്ട് മാറിയാലും മതി. ചിലത് ഇതിൽ ഒരെണ്ണമൊക്കെ പോകത്തുള്ളൂ, ബാക്കി മാറേണ്ട ആവശ്യം വരില്ല. അതുപോലെ എല്ലാ വണ്ടികളുടെയും സെൻട്രൽ സ്റ്റാൻഡുകൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. എല്ലാ വണ്ടികളുടെയും മിററുകൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. സീറ്റ് കവർ, എല്ലാ വണ്ടികളുടെയും സീറ്റ് കവറുകൾ, എഞ്ചിന്റെ സൈഡ് വരുന്ന മറ്റേ ഫ്ലാപ്പുകളാണ്. ഇത് മിക്ക വണ്ടിയിൽ ഇടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നവരുടെ സൈഡ്, എഞ്ചിന്റെ സൈഡിലുള്ള ഒരു മോട്ടോർ സൈഡിന്റെ സൈഡ് കവറുകളാണ്. ഇത് മിക്ക വണ്ടിയിലും ഇടിച്ച് പൊളിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആവശ്യമായ സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഇനി ഷോറൂമിൽ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ കൊടുത്ത് അല്ലേ, ഇൻഷുറൻസ് ക്ലെയിം അങ്ങനത്തെ എല്ലാ പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കപ്പെടുന്നു. പിന്നെ വാട്ടർ സർവീസ്, അതാണ് ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് പുറത്ത് കാറൊക്കെ കൊണ്ട് കൊടുക്കുന്ന പോലെ ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവരെവിടെയെങ്കിലും പ്രഷർ വാഷ് ചെയ്ത് വണ്ടി ഫുള്ള് ഡെഡായി പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സ്പെയർ പാർട്സ് മാത്രമല്ല നമ്മുടെ സാധാ നോർമൽ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് നിങ്ങൾ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനമാണ്. അതെ, അതായത് ഹോണ്ട, ബജാജ്, പിന്നെ ഹീറോ, അങ്ങനെ എല്ലാവിധ 2 വീലറിന്റെ സ്പെയറുകളും നമ്മളെ A to Z 100% തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, അതിലേക്കാണ് പിന്നീട് കൺവെർട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടത്. ഇവിടെയും അതേപോലെ തന്നെ ഫുള്ള് എല്ലാം ഒരു കുടക്കീഴിൽ, അതായത് എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ലഭ്യമാണ്. ഒരു വണ്ടിയുടെ എന്താ A to Z എന്ന് തന്നെ വിശേഷിപ്പിക്കാം. A to Z സാധനങ്ങൾ നമ്മൾ കൊടുക്കപ്പെടും. സാധനം ഇപ്പം നമ്മൾ ഓർഡർ എടുത്താൽ തന്നെ ബാക്കി നമ്മുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ സാധനം. ഇതിന്റെ സർവീസ് എങ്ങനെ നമ്മുടെ മറ്റേതുപോലെ സ്പെയർ പാർട്സ് മാത്രമേ, 2 വീലേഴ്സിന്റെ ഫുൾ സ്പെയർ പാർട്സ്. പിന്നെ പൊതുവെ വേറൊരു കാര്യം, ഈ നമ്മുടെ നോർമൽ വണ്ടികൾക്ക് സർവീസ് സെന്ററുകൾ ഒരുപാടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിനാണ് ഇപ്പോഴും ഇല്ലാത്തതും പാർട്സ് കിട്ടാത്തത്. അപ്പൊ ഇതിന് കൂടുതലും സാധനങ്ങൾ ആവശ്യമുള്ളവരെ എല്ലാവരും ടെസ്റ്റിന് വരുന്നവർക്കും ചെറിയൊരു ബോൾട്ട് മുതൽ വണ്ടിയുടെ ചേസ് വരെ നമ്മുടെ കയ്യിലുണ്ടാവും. വണ്ടി ഞാൻ ഓഗസ്റ്റിൽ എടുത്തതാണ്. ഇതിപ്പോൾ നവംബർ മാസമാണ്. ഞാൻ ഇന്നേ വരെ ഈ സർവീസ് സെന്ററിൽ കൊണ്ട് ഇതേപോലെ സർവീസ് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത്, ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് പാർട്സോ സർവീസോ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.